നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ദുരന്തബാധിതർക്ക് 5 സെന്റ് ഭൂമി എന്നത് സർക്കാർ മുറുകെ പിടിക്കുന്നില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ലഭ്യമായ എല്ലാ സഹായവും നൽകാൻ ശ്രമിക്കുമെന്നും മന്ത്രി. വിവാദത്തിന് തിരികൊളുത്തേണ്ട പ്രശ്നമല്ല ഇതെന്നും മന്ത്രി കെ രാജൻ. മങ്കര ചവിട്ടിലത്തോട് നേർച്ചയ്ക്കിടെ സംഘർഷം. SI ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. സംഘർഷമുണ്ടാക്കിയവരെ മുഴുവൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ്. വാടാനകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഇന്ന്. ആഘോഷത്തിനൊരുങ്ങി 3 ദേശങ്ങൾ. ദേശവേലകളുടെ സംഗമം വർണ്ണാഭമാകും. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തബാധിതർക്ക് 5 സെന്റ് ഭൂമി എന്നതിൽ സർക്കാർ മുറുകെ പിടിക്കുന്നില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ലഭ്യമായ മുഴുവൻ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി രാജൻ പറഞ്ഞു. വിവാദത്തിന് തിരികൊളുത്തേണ്ട പ്രശ്നമല്ല ഇതെന്നും മന്ത്രി രാജൻ തൃശൂരിൽ പറഞ്ഞു. 5 സെന്റ് എൽസ്റ്റോണിൽ 5 സെന്റ് എന്ന് നിശ്ചയിക്കാനുണ്ടായ കാര്യം സ്വാഭാവികമായിട്ടും ഡിസംബർ 27 അകത്ത് കിടന്ന് പരിശോധന നടത്താൻ അനുവാദം കിട്ടിയത്. 5 സെന്റ് എന്ന് പറഞ്ഞത് സാങ്കേതികമായിട്ട് ആളുകളുടെ എണ്ണം കൂടി കണക്കിലാക്കി വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഘട്ടം വെച്ചാണ്. ഇപ്പോൾ 5 സെന്റ് എന്ന വാദത്തിലൊന്നും മുറുകെ പിടിക്കുന്നില്ല ഗവൺമെൻറ്. അതിനേക്കാൾ കൂടുതൽ കൊടുക്കാനാകുന്ന സാഹചര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ്. ആ സാഹചര്യം ഉണ്ടായാൽ അതും നടത്തി കൊടുക്കാൻ ഒരു പ്രയാസവും ഗവൺമെൻറ് ഉണ്ടാവില്ല. ഏതെങ്കിലും വിധത്തിൽ ദുരന്തബാധിതരോട് ചേർത്ത് നിൽക്കാനും അവരെ ചേർത്ത് നിർത്താനും ലഭ്യമായ മുഴുവൻ സഹായങ്ങളും കൊടുക്കാനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ലഭ്യമായ മുഴുവൻ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. എന്തെങ്കിലും തെറ്റിദ്ധാരണ ദുരന്തബാധിതർക്ക് മുന്നിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും വിലപ്പോകില്ല. പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരുണ്ടെങ്കിൽ പരാതികൾ പരിശോധിക്കും. വിവാദത്തിന് തിരികൊളുത്തേണ്ട പ്രശ്നമല്ല ഇതെന്ന് മന്ത്രി പറഞ്ഞു. ആർക്കും പരാതി കൊടുക്കാം. പരാതിയെക്കുറിച്ച് സുതാര്യമായ അന്വേഷണമുണ്ടാകും. സർക്കാരിന്റെ നിലപാട് എടുത്തുപോകുന്നുണ്ട്. ഇനി അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ ബോധ്യപ്പെടുത്താം. പരാതി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ആ പരാതിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അതാണ് ഇപ്പോൾ ഉള്ള കാര്യം. ഇനി ഐസൊലേറ്റഡ് ആണ്. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ആകെ ഐസൊലേറ്റഡ് ലിസ്റ്റ് മാത്രമേ ഇനി പുറത്തിറങ്ങാനുള്ളൂ. ഐസൊലേറ്റഡ് എന്ന പദം പ്രയോഗിക്കപ്പെടുന്നതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ആളുകളുടെ മുമ്പിലുണ്ട്. അത് അവിടേക്ക് കടന്നു വരാനുള്ള വഴിയില്ലാതാവുക, ഒറ്റപ്പെടുക, ഈ വിധത്തിലുള്ള സാധ്യതകൾ കൂടി പരിശോധിച്ച് ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനകം തന്നെ 2B ലിസ്റ്റിലേക്കും ആവശ്യമായിട്ടുള്ള നടപടികൾ അത് സംബന്ധിച്ച വിശദീകരണങ്ങൾ സംസ്ഥാന സർക്കാർ കൊടുക്കും. അതനുസരിച്ച് ആവശ്യമെങ്കിൽ ആ നടപടിക്രമങ്ങളിലേക്കും പോകും. അല്ലാതെ പ്രത്യേകമായിട്ട് വേറെ ഒരു പ്രയാസവും ആർക്കും അനുഭവിക്കേണ്ടി വരില്ലെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 9 മാസത്തിനിടെ ബഡ്ജറ്റ് ഉൾപ്പെടെ ഒരു സ്ഥലത്തും കേന്ദ്ര സർക്കാർ പരാമർശിച്ചിട്ടില്ല. കേരളത്തോട് ശത്രുതാപരമായ നിലപാടാണ് കേന്ദ്രമെടുക്കുന്നത്. അതിനെതിരെ പ്രതിഷേധമുയർന്നുവരുന്നത് സ്വാഭാവികമാണ്. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരങ്ങൾ ഉയർന്നുവരുന്നത് സ്വാഭാവികമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ചവിട്ടിലത്തോട് നേർച്ചയ്ക്കിടെ സംഘർഷം. SI ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. സംഘർഷമുണ്ടായത് ലക്കിടി പത്തിരിപ്പാല കമ്മിറ്റികൾ തമ്മിൽ. സംഘർഷമുണ്ടാക്കിയവരെ മുഴുവൻ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. മങ്കര SI സുദർശൻ, CPOമാരായ യാക്കൂബ്, മഹേഷ്, ഹോംഗാർഡ് സതീഷ് കുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാത്രി 8:45 പത്തിരിപ്പാലയ്ക്ക് സമീപം വെച്ചാണ് സംഭവം. നേർച്ചയ്ക്കെത്തിയ പഴയ ലക്കിടി പത്തിരിപ്പാല കമ്മിറ്റികൾ തമ്മിലാണ് സംഘർഷമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് ഇരു സംഘങ്ങളെയും പിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടെ നേർച്ച കമ്മിറ്റിക്കാർ പോലീസിന് നേരെ തിരിയുകയായിരുന്നു. പരിക്കേറ്റവർ പത്തിരിപ്പാല സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനിടെ ലാത്തികൊണ്ട് അടിച്ചു എന്ന് പറഞ്ഞ് പത്തിരിപ്പാല സ്വദേശി യാസിഫ്, കല്ലേറിൽ പരിക്കേറ്റ ലക്കിടി സ്വദേശി മുഹമ്മദ് ഷഹാബ് എന്നിവരും ചികിത്സ തേടിയിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെത്തി സംഘർഷം നിയന്ത്രണ വിധേയമാക്കിയതായി പോലീസ് പറഞ്ഞു. മങ്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ചിലർ കസ്റ്റഡിയിലായതായാണ് സൂചന. കൂടുതൽ പേർ അറസ്റ്റിലാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരളം വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് സ്ക്രീറ്റ് കേരള ഡയറക്ടർ ഡോക്ടർ RK ജയപ്രകാശ് പറഞ്ഞു. മുണ്ടൂർ നാമ്പുള്ളിപ്പുര SVMA LP സ്കൂളിന്റെ 75ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സയൻസിന്റെ മേഖലയിലാണെങ്കിൽ ശാസ്ത്ര, ഗണിതശാസ്ത്ര, പ്രവൃത്തിപരമായ IT, സാമൂഹ്യശാസ്ത്ര മേഖല, ഗണിതശാസ്ത്രത്തിലെ മിടുക്കന്മാരെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ന്യൂമാക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം, സോഷ്യൽ സയൻസിന്റെ മിടുക്കരായുള്ള കുട്ടികൾക്ക് വേണ്ടി STEPS എന്ന് പറയുന്ന പ്രോഗ്രാം, സയൻസ്
PTA പ്രസിഡന്റ് TA അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി വി സുധ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. പാലക്കാട് RDO അമൃതവല്ലി സുവനീർ പ്രകാശനം ചെയ്തു. പ്രമുഖ സിനിമാ സീരിയൽ താരം ദർശനാദാസ് വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളുടെ ഉദ്ഘാടനം ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ഫെയിം ബബിൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ 30 വയസ്സിന് മുകളിലുള്ള ഹോക്കി ടീമിൽ 1ാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീം അംഗമായ അനിത വിജേഷിനെ സുരേഷ് മുണ്ടൂർ ഉപഹാരം നൽകി ആദരിച്ചു. പറളി BPC AM അജിത്, പ്രദീപ് മാസ്റ്റർ, NTU ജില്ലാ വൈസ് പ്രസിഡന്റ് P രാജീവ് മാസ്റ്റർ, CK സുകുമാരൻ മാസ്റ്റർ, SSG പ്രസിഡന്റ് വിജയകുമാർ, SMC ചെയർമാൻ P ഷഹദ്, MS സിന്ധു എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പ്രധാന അധ്യാപിക M ജയശ്രീ സ്വാഗതവും സീനിയർ അധ്യാപിക VP ഉമാദേവി നന്ദിയും പറഞ്ഞു. വിദ്യാലയത്തിലെ ചരിത്രനാൾ വഴികൾ CD പ്രദർശനവും ഉണ്ടായി. തുടർന്ന് കലാപരിപാടികളും നടന്നു. രാവിലെ സുരേഷ് മുണ്ടൂർ പതാക ഉയർത്തി. തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനം, വിളംബര ഘോഷയാത്രയും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളം എയ്യാലിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. എയ്യാൽ പള്ളിക്ക് സമീപം താമസിക്കുന്ന കിഴക്കൂട്ട് സോമൻ ഗീത ദമ്പതികളുടെ 15 വയസ്സുള്ള മകൾ സോയയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ വീടിനുള്ളിലെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ സമയത്ത് അമ്മ ഗീത മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ തന്നെ സോയയെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ആംബുലൻസിൽ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ഞായറാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് മരണം സംഭവിച്ചത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സോയ. എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കാശിനാഥ്, സോന എന്നിവർ സഹോദരങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ചവിട്ടിലത്തോട് മകാം നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ വിവിധ കമ്മിറ്റികളുടെ നേർച്ചകൾ അപ്പപ്പെട്ടിയുമായി പള്ളിയിലെത്തി. ദഫ്മുട്ട്, കോൽക്കളി, ബാൻഡ് വാദ്യം എന്നിവ നേർച്ചകൾക്ക് അകമ്പടിയായി. ഉച്ചയ്ക്ക് വിവിധ നേർച്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്നദാനം ഒരുക്കിയിരുന്നു. കല്ലൂർ, റെയിൽവേ താവളം, കുനിയമ്പാടം, കല്ലംപറമ്പ്, ലക്കിടി, ഓരാമ്പള്ളം, അതിർക്കാട്, പത്തിരിപ്പാല, INTUC, 1ാം മൈൽ, പുള്ളോട്, കിഴക്കുംപുറം, ബറ്റാലിയൻ, പള്ളിപ്പടി എന്നിവിടങ്ങളിൽ നിന്നായി 13 നേർച്ചകൾ ചവിട്ടിലത്തോട് പള്ളിയിലെത്തി. അരനൂറ്റാണ്ടിലേറെയായി മങ്കര ചവിട്ടിലത്തോട് ഞാറത്തെങ്കൽ ഔലിയാവറുകളുടെ നേർച്ചാഘോഷം വളരെ വിപുലമായ രീതിയിൽ നടന്നു വരികയാണ്. മഹത്തായ ഒരുപാട് പരിപാടികൾ നിരവധി വർഷങ്ങളായി നടന്നു വരുന്ന ചവിട്ടിലത്തോട് ഞാറത്തെങ്കൽ ഔലിയാവറുടെ നേർച്ചാഘോഷം വളരെ വിപുലമായ രൂപത്തിൽ തന്നെ ഇവിടെ നടന്നു വരുന്നു. ഇതോടനുബന്ധിച്ച് മൗലീദ് പാരായണം, ഖത്തമൽ ഖുർആൻ, പതാക ഉയർത്തൽ, അന്നദാനം, അതേമാതിരി തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ തന്നെ കുടിവെള്ളം നൽകൽ, സാധുക്കളായ ആളുകളെയൊക്കെ നമ്മൾ വിളിച്ചു വരുത്തി ജാതി മത ഭേദമന്യേ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ നാടിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ മതസൗഹാർദ്ദത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടന്നു വരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രകൃതിക്ക് വേണ്ടി മാത്രം ജീവിച്ച് പരിസ്ഥിതിയുടെ കാവലാളായ കല്ലൂർ ബാലൻ അനുസ്മരണവും ഓർമ്മമരം നടൽ ചടങ്ങും മങ്കരയിൽ സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. തന്നെ പാലക്കാടിന്റെ മാത്രം ഒരു തനിമയായിരുന്ന പനകൾ വെച്ച് പിടിപ്പിക്കുന്ന വലിയൊരു യജ്ഞത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് പനകൾ വെച്ച് പിടിപ്പിക്കുന്നതിന് ഉള്ള തയ്യാറെടുപ്പുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ശാരീരികമായ അസ്വസ്ഥതകൾ അദ്ദേഹത്തിന് പിടികൂടിയത്. അതിൻ്റെ ചികിത്സയിലും അദ്ദേഹത്തിനെ പൂർണ്ണമായും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചികിത്സകളിലാണ് കൂടുതൽ താല്പര്യവും കാണിച്ചിരുന്നത്.
അപ്പം എന്തായാലും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബാലേട്ടൻ നമ്മെ വിട്ട് പിരിയുന്നില്ല. ബാലേട്ടൻ എന്നെന്നും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം വെച്ച മരങ്ങൾ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും അദ്ദേഹത്തെ ഓർക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം. മങ്കര നേച്ചർ ക്ലബ്ബ് പ്രവർത്തകർ ചേർന്ന് കല്ലൂർ ബാലേട്ടൻ ഓർമ്മമരം നട്ടു. അനുസ്മരണ ചടങ്ങിൽ പഞ്ചായത്ത് അംഗം ഇ.പി. സുരേഷ്, എം.വി. സുഭാഷ്, കെ.കെ. റഹ്മാൻ, ടി.എൻ. ചന്ദ്രൻ, കെ.സി. മുരളീധരൻ എന്നിവർ കല്ലൂർ ബാലനെ സ്മരിച്ചുകൊണ്ട് സംസാരിച്ചു. മങ്കര നേച്ചർ ക്ലബ്ബ് അംഗങ്ങളായ കെ.വി. പ്രത്യൂഷ്, രാമൻ ഒ.കെ., ഉണ്ണി വിശ്വനാഥ്, വി.പി. പ്രേംരാജ്, കെ.കെ. ഉദയൻ, ജാബിർ അദമനകത്ത്, വിശ്വനാഥൻ മാങ്കുറിശി, സുഭാഷ് മങ്കര, സൈഫുദ്ദീൻ കെ.എച്ച്. എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശി ശ്രീ ചോറൂട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഇന്ന്. ആഘോഷത്തിനൊരുങ്ങി വിവിധ ദേശങ്ങൾ. ദേശവേലകളുടെ സംഗമം വർണ്ണാഭമാകും. കുംഭമാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് വാടാനംകുറിശി ശ്രീ ചോറോട്ടൂർക്കാവിലെ ദേശത്താലപ്പൊലി കൊടിയേറിയത്. കൊടിയേറ്റം കഴിഞ്ഞതോടെ വിവിധ ദേശങ്ങളിൽ നിന്ന് പറയെടുപ്പ് നടന്നു. കിഴക്കുമുറി ദേശം, പടിഞ്ഞാറുമുറി ദേശം, സെൻട്രൽ കമ്മിറ്റി തുടങ്ങി 3 ദേശങ്ങളുടെ പൂരങ്ങളിലും ചടങ്ങുകളിലും പൂരം ഒരുക്കുന്നതിലും ആരും പിറകിലല്ല. ക്ഷേത്രത്തിൽ താലപ്പൊലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി കളമെഴുതിപ്പാട്ട് നടന്നു വന്നിരുന്നു. ഒരാഴ്ചക്കാലമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ പാട്ടുകണ്ടത്തിൽ സംഗമിക്കും. ആനയും കാളകളും കാവടികളും വിവിധ വേഷങ്ങളും തിറയും പൂതനും ആചാര അനുഷ്ഠാന കലകളുമെല്ലാം ഒത്തുചേരുമ്പോൾ പൂരം വർണ്ണാഭമാകും. കൂടാതെ വാദ്യമേള സമന്വയം ശ്രവണം മാധുര്യമേകും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രസിദ്ധമായ ഒറ്റപ്പാലം ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായ ആന എഴുന്നള്ളിപ്പ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്താൻ തീരുമാനം. സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് വിളിച്ചു ചേർത്ത പൂരം സംഘാടകരുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ ഔദ്യോഗിക ക്രമീകരണങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. നാട്ടാന പരിപാലന ചട്ടങ്ങൾ പരമാവധി പാലിച്ചും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയും എഴുന്നള്ളിപ്പ് നടത്തണമെന്നാണ് നിർദ്ദേശം. വനം മൃഗസംരക്ഷണ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മുഴുവൻ ആനകളെയും പരിശോധിക്കും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത ആനകളെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ല. ചിലപ്പോൾ അവസാന നിമിഷം ആനകൾ ഏതെങ്കിലും കാരണവശാൽ മാറി, അത് ചിലപ്പോൾ തലേന്നൊക്കെ അറിയത്തുള്ളൂ. അപ്പൊ അങ്ങനെ ആനകൾ വരികയാണെങ്കിൽ മുൻകൂട്ടി അപ്പം തന്നെ അറിയിക്കുകയും ആനകളുടെ ഡീറ്റെയിൽസ് ഇപ്പോഴുള്ള നിലവിലുള്ള ആനകൾ പ്രശ്നമില്ലാത്ത പ്രശ്നമില്ലാത്ത ആനകളാണ് 27 ഇപ്പം ലിസ്റ്റിലുള്ള ആനകൾ. പക്ഷേ മിക്ക വർഷങ്ങളിൽ അവസാനം 2-3 ആനകളിൽ മാറ്റം വരുന്നത്. അപ്പൊ ആ മാറ്റം വരുന്ന സമയത്ത് തന്നെ അറിയിക്കാം. പിന്നെ രണ്ടാമത് കാര്യം, ഇപ്രാവശ്യം എല്ലാ അപകടം ഉണ്ടായിരിക്കുന്ന ആളുകളും ആനകളും തമ്മിലുള്ള അകലം പാലിക്കാത്ത സ്ഥലത്താണ് മിക്ക സ്ഥലത്തും അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അത് കമ്പനിക്കാർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതിലൊരു പ്രധാനം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ഇന്റർവെല്ലുകളിൽ ഒരു അനൗൺസ്മെന്റ് കൊടുക്കണം. കാരണം ഒരു ഗ്രൂപ്പിനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് മാറ്റി ആളുകളെ നമുക്ക് ആനകളുടെ അടുത്തുനിന്ന് അത്ര മാറ്റി നിർത്താൻ കഴിയാറില്ല. അപ്പോൾ ഒരു ഷോർട്ട് ഇന്റർവെല്ലുകളിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അനൗൺസ് ചെയ്ത് ആളുകളെ ഒന്നുകൂടെ ഈ കാരണങ്ങൾ പറഞ്ഞു തന്നെ, അതായത് ഈ മറ്റ് സ്ഥലത്തുണ്ടായ കാര്യങ്ങളെ തന്നെ പറഞ്ഞിട്ട് ആചാരങ്ങൾക്ക് പ്രശ്നം വരാത്ത രീതി ആളുകൾ വന്ന് ആനകളുടെ അടുത്തേക്ക് ഭയങ്കരമായിട്ട് ഒട്ടിക്കണം. ഇവിടെ പിന്നെ 27 ആനകൾക്ക് നിൽക്കുന്ന സ്ഥലമോ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല, ഒരു പറമ്പിലെത്തി കഴിഞ്ഞാൽ. അപ്പൊ അതിന് മുമ്പുള്ള സ്ഥലത്താണ്. അപ്പൊ എഴുന്നള്ളിച്ച് വരുന്ന സ്ഥലത്ത് ആളുകൾ മിക്കപ്പോഴും ആനകളോട് ചേർന്ന് നിൽക്കുക, അല്ലെങ്കിൽ ആനകളെ ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആനയുടെ വാലി പിടിക്കുക, അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് എത്താതെ അനൗൺസ്മെന്റ് അതിന്റെ കൂടെ കൊടുക്കണം എന്നാണ്. എലിഫന്റ് സ്ക്വാഡും എലിഫന്റ് റെസ്ക്യൂ സ്ക്വാഡും മുഴുവൻ സമയവും പൂരപ്പറമ്പിലുണ്ടാകും. വെടിക്കെട്ട് ജില്ലാ ഭരണകൂടത്തിന്റെയും കോടതിയുടെയും തീരുമാനങ്ങൾക്ക് വിധേയമായി നടത്താൻ സബ് കളക്ടർ നിർദ്ദേശിച്ചു. പൂരം ദിവസം ഒറ്റപ്പാലം മുതൽ ലക്കിടി വരെയും പൂരപ്പറമ്പിലും പോലീസ് ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. പൂരപ്പറമ്പിൽ CCTV നിരീക്ഷണവും ഉണ്ടാകും. സ്പെഷ്യൽ പൂരാഘോഷ കമ്മിറ്റികൾ 24 മുതൽ മാർച്ച് 1 വരെയുള്ള കാലയളവിൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യണം. 2 സ്പെഷ്യൽ പൂര കമ്മിറ്റി ഭാരവാഹികളുടെ യോഗം പോലീസ് വിളിച്ചു ചേർക്കും. DJ, നാസിക് ഡോൾ, ആട്ടത്തപ്പട്ട ഉൾപ്പെടെ ഉയർന്ന ശബ്ദമുള്ള ആഘോഷ പരിപാടികളിൽ അനുവദിക്കില്ല. പിന്നീട് ദേശകമ്മിറ്റി ഭാരവാഹികളുടെയും കുതിര, തേര്, തട്ടിൽമേക്കൂത്ത് ഭാരവാഹികളുടെയും യോഗം വിളിച്ചു ചേർക്കും. പൂരം ദിവസം പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂരിൽ ലീഗൽ മെട്രോളജി ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ സീലിംഗ് പരിശോധനയ്ക്ക് തുടക്കമായി. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. ലീഗൽ മെട്രോളജി ഉദ്ഘാടനം നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ എല്ലാ മാസങ്ങളിലും ഈ കേന്ദ്രത്തിൽ വെച്ചുകൊണ്ട് ഓട്ടോറിക്ഷ മീറ്റർ സീൽ ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ആദ്യത്തെ മീറ്ററിൻ്റെ സീലിംഗ് പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ തുടങ്ങിയതാണ്. ഏകദേശം 5-6 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിൽ ഈ കേന്ദ്രം നമ്മൾ അനുവദിച്ചിരിക്കുന്നത്. വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി 100ഓളം ഓട്ടോറിക്ഷകളും ഡ്രൈവർമാരും
പരിശോധനയ്ക്കെത്തിയിരുന്നു. CITU ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ആദ്യ ദിനം നേരിയ പ്രയാസങ്ങളുണ്ടായെങ്കിലും വരും നാളുകളിൽ എല്ലാം സുഗമമായി ചെയ്യാനാകുമെന്ന് നേതൃത്വം നൽകുന്ന ഇൻസ്പെക്ടർ സതീഷ് കുമാർ പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ, വിശാൽ, അരുൺ എന്നിവരും സംഘടനാ നേതാക്കളായ AK വേണുഗോപാൽ, ജില്ലാ കമ്മിറ്റി അംഗം K ശിവദാസൻ, രാജേഷ്, CBVS, MK മനോജ് എന്നിവരും നേതൃത്വം നൽകി. ചില ന്യൂനതകളുണ്ട്, അതുകൊണ്ട് പരിഷ്കരിച്ച് എത്രയും പെട്ടെന്ന് എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. എങ്കിലും മണ്ണൂർ പഞ്ചായത്തിലെ ആളെന്ന് നിൽക്കും, ഓട്ടോ ഡ്രൈവർ നിൽക്കും, എല്ലാവരും ഇത് ആശംസ നേരിടുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഇത് പരമാവധി ഉപകാരപ്പെടാൻ ഇടവരുത്തേണ്ടത് മാത്രമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ദുരന്തബാധിതർക്ക് 5 സെന്റ് ഭൂമി എന്നത് സർക്കാർ മുറുകെ പിടിക്കുന്നില്ലെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. ലഭ്യമായ എല്ലാ സഹായവും നൽകാൻ ശ്രമിക്കുമെന്നും മന്ത്രി. വിവാദത്തിന് തിരികൊളുത്തേണ്ട പ്രശ്നമല്ല ഇതെന്നും മന്ത്രി K രാജൻ. മങ്കര ചവിട്ടിലത്തോട് നേർച്ചയ്ക്കിടെ സംഘർഷം, SI ഉൾപ്പെടെ 4 പേർക്ക് പരിക്ക്. സംഘർഷമുണ്ടാക്കിയവരെ മുഴുവൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പോലീസ്. വാടാനകുറിശി ശ്രീ ചോറോട്ടൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഇന്ന്. ആഘോഷത്തിനൊരുങ്ങി 3 ദേശങ്ങൾ. ദേശവേലകളുടെ സംഗമം വർണ്ണാഭമാകും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.